നമസ്കാരം. ഇന്ന് നടന്ന തിരുവനന്തപുരം LDC 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കത് നോക്കാം. മാത്സ് ക്വസ്റ്റ്യൻസ്. ഒറ്റ കാര്യം, ബോർഡിൽ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. മൊത്തം 10 ക്വസ്റ്റ്യനാണുള്ളത്. ഇതിനകത്ത് 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ പോലും നമുക്ക് ചെയ്യാൻ അധികം സ്ഥലം വേണ്ട. അത്രയ്ക്ക് എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് 2 എണ്ണം വെച്ച് എഴുതിപ്പോയത് കേട്ടോ. ഒന്നും പേടിക്കല്ല, പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 840 രൂപ വിൽപ്പന വിലയുള്ള ഒരു തുണിത്തരങ്ങൾ. വിൽപ്പന വില എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് വിൽക്കാൻ പറ്റുന്ന മാക്സിമം പ്രൈസ് മീൻസ് MRP നമുക്ക് പറയാം. അപ്പോൾ MRP എന്ന് പറയുന്ന സാധനം പരസ്യവില അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതായത് 840 രൂപയ്ക്കാണ് വിൽപ്പന വിലയുള്ളത്. MRP വിലയുള്ള ഒരു തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ അത് വിറ്റ വില എന്ന് പറയുന്നത് സെല്ല് ചെയ്ത പ്രൈസ്, വിൽക്കുന്ന വില എന്ന് പറയുന്നത് വിറ്റ വില എന്ന് പറയുന്നത് 14 രൂപ. അപ്പോൾ എത്ര രൂപ കുറച്ചാണ് അവർ കൊടുത്തത്? അപ്പോൾ അങ്ങനെ വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണെന്നാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ. 840 രൂപ വിൽപ്പനയുള്ള ഒരു സാധനം വില കുറച്ചാണ് വിൽക്കുന്നത്, 714 രൂപയ്ക്ക് വിൽക്കുന്നു. ഒക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് എത്ര ശതമാനമാണെന്ന് ചോദ്യം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 840 രൂപയ്ക്ക് കൊടുക്കേണ്ട സാധനം 714 രൂപയ്ക്ക് കൊടുത്താൽ കുറച്ച് എമൗണ്ട് കുറച്ചിട്ടുണ്ട്. എത്ര കുറച്ച് നോക്കിയാൽ മതി. 10 4 പോയാൽ 6, 3 1 പോയാൽ 3, 8 7 പോയാൽ 1, അതായത് 136 അല്ലല്ലോ 26 ശരിയല്ലേ. 10 4 പോയാൽ 6, ഒരെണ്ണം പോയി, 3 1 പോയാൽ 2, 8 7 പോയാൽ 1, 126 രൂപ അവിടെ ഡിസ്കൗണ്ട് കിഴിവുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡിസ്കൗണ്ട് ശതമാനം കണ്ടെത്താൻ ഡിസ്കൗണ്ട് ബൈ MRP, അതായത് ഡിസ്കൗണ്ട് ബൈ കിഴിവ് ബൈ പരസ്യവില ഇൻറ്റു 100 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഡിസ്കൗണ്ട് 126 രൂപ ബൈ MRP എന്ന് പറഞ്ഞാൽ 840 രൂപ ഇൻറ്റു 100 100. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് സമാധാനമായിട്ട് എടുത്താൽ നമ്മുടെ ഉത്തരവായി കഴിഞ്ഞ്. തൽക്കാലം ഈ ഒരു പൂജ്യം കട്ട് ചെയ്യുക. നമുക്ക് തോന്നുന്നത് കണക്കൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഈ 126നെ 84നെ പകുതി എടുക്കാം. 126ൻ്റെ പകുതി എത്ര? 63. 84ൻ്റെ പകുതി എത്ര? 42. അപ്പോൾ 63 42 രണ്ടും 7ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 63നെ 7ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 9 7 63. 42നെ 7ആയിട്ട് ഡിവൈഡ് ചെയ്യുക, 6. ശരിയല്ലേ? അപ്പോൾ വീണ്ടും നിങ്ങൾ നോക്കുമ്പോൾ 9 6 3ൻ്റെ മൾട്ടിപ്പിളാണ്. 9നെ 3ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം 3, 6നെ 3ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം 2. അപ്പോൾ 2ഉം 10 കൂടെ കട്ട് ചെയ്യാം 5, 3 ഇൻറ്റു 5 15% ആൻസർ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? എളുപ്പമുള്ള ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ, 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. അതായത് എണ്ണം ശരാശരി 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഇത് നിങ്ങൾക്ക് 2 രീതി ഞാനൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേട്ട് വേണം. ഇപ്പോൾ ഒരു ക്ലാസ് ആണെന്ന് വെറുതെ അങ്ങ് വിചാരിക്കുക. ഒരു ക്ലാസ്, അവിടെ 11 ആളുകളുണ്ടെന്ന് ചിന്തിക്കുക. സംഖ്യകൾക്ക് ഓരോ ആളുകളുണ്ട്. അവരുടെ കയ്യിലെല്ലാം 66 മുട്ടായും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 11 പേര്, സംഖ്യയുടെ ശരാശരി 66 എന്ന് പറഞ്ഞാൽ 11 കുട്ടികളുണ്ട്, അവരുടെ കയ്യിലെല്ലാം 66 മുട്ടായി ഉണ്ടെന്ന് വെറുതെ അങ്ങ് വിചാരിക്കുക. ചുമ്മാ 11 ആൾക്കാർ, അവരുടെ കയ്യിൽ 66 മുട്ടായി ഉണ്ട്. അപ്പോൾ ഒരാളെയും കൂടെ ചേർത്ത് അപ്പോൾ 12 പേരായി. അപ്പോൾ ശരാശരി 72 ആയി. എന്ന് വെച്ചാൽ ഒരാളെയും കൂടെ ചേർത്ത് കഴിയപ്പോൾ ആ ക്ലാസ്സിൽ ചെന്ന് 12 പേരുണ്ട്, എല്ലാവരുടെയും കൈ 72 മുട്ടായി വന്നിരിക്കുന്നു. 72 മുട്ടായി. അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് വീതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും കൈ 72 മുട്ടായി വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ ആ ചേർത്ത ആൾ അത്രയും കൊടുത്തിട്ടല്ലേ. അപ്പോൾ ചേർത്ത ആൾ എന്തുമായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? പുതുതായിട്ട് വന്ന ആൾ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? കുറേ മുട്ടായും കൊണ്ട് വരുവാണ്. 11 പേരുടെ കയ്യിൽ 66 മുട്ടായിയാണ് ഉള്ളത്. അപ്പോൾ കുറേ മുട്ടായും കൊണ്ട് വരുവാണ്. അപ്പം അയാളെയും കൂടെ ചേർത്തപ്പോൾ ശരാശരി 72 ആയി. എന്ന് വെച്ചാൽ അയാൾ ഉൾപ്പെടെ ബാക്കി 11 പേർക്കും ഇപ്പോൾ 72 മുട്ടായി ഉണ്ട്. അപ്പോൾ അയാൾ പുതിയതായിട്ട് കൊണ്ടുവന്ന അയാളുടെ മുട്ടായിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അയാൾ എന്തായാലും അയാളൊരു 72 മുട്ടായി പ്ലസ് ബാക്കിയുള്ളവർക്ക് 72 മുട്ടായി. അയാൾ പുതിയതായിട്ട് ഒരാളെ ചേർത്തപ്പോൾ ശരാശരി 72 ആയി. അപ്പോൾ അയാൾ ഈ ശരാശരിയായ 72 പ്ലസ് ബാക്കിയുള്ളവർക്കെല്ലാം ഈ 11 പേർക്കും 66 എന്നുള്ളത് 72 ആയി. 66 ആയ 6 കൂടി. അപ്പോൾ 11 പേർക്കും 6 മുട്ടായി വെച്ച് കൊടുക്കാനുള്ളതും കൊണ്ട് അയാൾ വന്ന് കാണും. മനസ്സിലായോ എന്തോ? അതായത് അയാൾ 72 കൊണ്ടുവന്ന്, പുതിയ ശരാശരി 72 ആവുമ്പോൾ അയാൾ 72 കൊണ്ടുവന്ന് പ്ലസ് ബാക്കിയുള്ളവർക്കെല്ലാം കൂടെ ഒരു 6 വെച്ച്, കാരണം ശരാശരി 66 ആയിരുന്നു, ഒരു 6 കൂടെ കൊടുത്താലേ 72 ആവത്തുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം കൂടെ ഒരു 6 കൂടെ കൊടുക്കാനുള്ളതും കൊണ്ട് അയാൾ കയറി വരുന്നത്. അപ്പോൾ അതല്ലേ പുതിയ സംഖ്യ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ 72 അധികം 11 × 6 66. അപ്പോൾ 72 66 കൂടെ ആഡ് ചെയ്ത് വയ്ക്കുമോ?
6 2 8 7 6 11 138 ഓപ്ഷൻ എ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല, സാരമില്ല. അപ്പോൾ അതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യുക. ഈ 72 പ്ലസ് ഈ 66 72 ആവാൻ എത്ര കയറണം? 6 ചേരണം. അപ്പോൾ 11 × 6 66 ഈ 72-നോടൊപ്പം കൂട്ടിയ ഉത്തരവാണ്, വന്നാളെ കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്, പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എണ്ണവും ശരാശരിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ കിട്ടും. ഓക്കെ, അപ്പോൾ 11 പേരുണ്ടായിരുന്നു, അപ്പോൾ 66 ശരാശരി. 11 സംഖ്യകളുടെ ശരാശരി 66. അപ്പോൾ 11 × 66 ചെയ്താൽ ആ ടോട്ടലായില്ലേ? ഓക്കെ, 66 × 11 നിങ്ങളൊന്ന് അടിച്ച് നോക്കുക. 6 6 6 12 7 726. ഓക്കെ, ഒരാളുടെ ചേർത്ത് 12, അപ്പോൾ ശരാശരി 72 ആയി. അപ്പോൾ 12 × 72 ചെയ്താൽ പുതിയ ടോട്ടലായില്ലേ? നേരത്തെ ടോട്ടൽ, നേരത്തെ 11 സംഖ്യകൾ കൂട്ടിയപ്പോൾ 726 ഉണ്ടായിരുന്നു. ഒരാളോടെ ചേർത്തപ്പോൾ ശരാശരി 72 ആയി. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുതിയ ടോട്ടലായി. അപ്പോൾ 72 × 12, ഈ 2 4, 7 2 14, 1 2 2, 1 7 7. ഓക്കെ, 4 6 8 864. ഇവ തമ്മിലുള്ള വ്യത്യാസമല്ലേ ഉത്തരം. കാരണം 11 എണ്ണം കൂട്ടപ്പോൾ 726 കിട്ടി, ഒരാളോടെ ചേർത്ത് കൂട്ടിയപ്പോൾ 864 കിട്ടി. അപ്പോൾ ആ എക്സ്ട്രാ നിൽക്കുന്നത് ആ ഒരാളെയും കൂടെ ചേർത്തതായിരിക്കത്തില്ലേ? അപ്പോൾ 864 നിന്ന് 726 കുറയ്ക്കണം. 8 6 14, 5 2 3, 8 7 1, 138. നമ്മൾ നോർമൽ കാൽക്കുലേഷൻ, വേറൊന്നും ചിന്തിക്കാനില്ല. ഓക്കെ അല്ലേ? ഒരു ടാങ്ക് നിറയ്ക്കാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. ശ്രദ്ധിക്കുക, 3 പൈപ്പുകൾ. അപ്പോൾ 3 പൈപ്പ്, ഇപ്പോൾ 3 ആളുകൾക്ക് തുല്യമായത് കേട്ടോ. 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിനകത്ത് 60 മിനിറ്റ് ഉണ്ട്, പിന്നെ ഒരു 30 മിനിറ്റ് കൂടെ ചിലപ്പോൾ മൊത്തത്തിൽ 90 മിനിറ്റ് എടുക്കും. അപ്പോൾ 3 പൈപ്പുകൾ 90 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. 3 ആളുകൾ ഇത്ര ദിവസം കൊണ്ടൊരു ജോലി ചെയ്യുമെന്ന് പറയുന്ന ചോദ്യം തന്നെ. അങ്ങനെയാണെങ്കിൽ 2 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ 2 ആളുകൾ എത്ര സമയം കൊണ്ട് ആ ജോലി തീർക്കും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടു കാണും. ഇങ്ങനെയുള്ളത് കണ്ടെത്താൻ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 3 × 90 / 2. ഓക്കെ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 2 90 കൂടെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് 45 കിട്ടത്തില്ലേ? 45 × 3 എത്ര കിട്ടും? 135 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, 135 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ആണെന്ന് നോക്കിയാൽ പോരെ? 135-നകത്ത് 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. ഓക്കെ, 135-നകത്ത് 120 മിനിറ്റ് എടുത്ത് ഞാൻ 2 മണിക്കൂറാക്കി. ബാക്കി 120 അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 15 മിനിറ്റ് ഇല്ലേ? അപ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ്. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എന്തെന്നാണ് ചോദ്യം. ചുമ്മാ ഒരു കാര്യം പറഞ്ഞോട്ടെ, a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n ആണ്. a⁻m × a⁻n എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഒരു a അങ്ങോട്ട് എഴുതിയിട്ട് ഇത് തമ്മിൽ കൂട്ടി വെച്ചാൽ മതി, റിസൾട്ട് അല്ലേ? അപ്പോൾ 2k + 1 × 2⁵ എന്ന് പറഞ്ഞാൽ 2 ഇത് തമ്മിൽ കൂട്ടിയാൽ മതി, k + 1 + 5. അതാണ് അവർ യഥാർത്ഥത്തിൽ എത്ര എന്ന് തന്നേക്കുന്നത്? 2⁷ എന്ന് തന്നേക്കുന്നത്. എന്ന് വെച്ചാൽ 2k 1 + 5 എത്ര? 6. ദാറ്റ് ഈസ് ഇക്വൽ ടു 2⁷. ക്ലിയർ അല്ലേ? 1 + 5-നെ ഞാൻ 6 എന്ന് എഴുതി, വേറെ ഒന്നും ചെയ്തില്ല. അപ്പം 2യുടെ പവറും ഇവിടുത്തെ 2യുടെ പവറും ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് 2k + 6 = 2⁷ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ പവറുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും. അതായത് k + 6 ദാറ്റ് ഈസ് ഇക്വൽ ടു 7. ഇപ്പോൾ കെയുടെ വില എത്ര ആയിരിക്കണം? 1 ആയല്ലേ പറ്റത്തുള്ളൂ. 1 + 6 7. അപ്പോൾ 7 - 6 1 കിട്ടും. ഓക്കെ, ഓപ്ഷൻ എ. ഒരു സമയം ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കഥകൾ. ഓക്കെ, എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എ എന്ന് പറയുന്ന കഥാപാത്രം 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും ഒരുമിച്ച് 12 ദിവസം എടുക്കുന്നു. എന്നുവെച്ചാൽ എയും ബിയും കൂടി 12 ദിവസം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദ്യം. ഒറ്റ കാര്യം, 2 നമ്പർ ഇവിടെ തന്നിട്ടുള്ളൂ, 2 നമ്പർ. ഈ a + b ക്കാണ് എയും, ഇവ തമ്മിലുള്ള വ്യത്യാസമല്ലേ ഇത് എ ബി എന്ന് പറയുന്നത്? ആണ്. എ 20 ദിവസം, എയും ബിയും കൂടെ 12 ദിവസം. അങ്ങനെയാണെങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് കണ്ടെത്താൻ നിങ്ങൾ ആദ്യം ഇവ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം, 20 × 12. എന്നിട്ട് ഇവ നമ്മളുടെ വ്യത്യാസമായി കിടക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവ നമ്മളുടെ വ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റൻ എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ചെയ്യാം കേട്ടോ. 20 × 12 പോയി എത്ര? 8. ഈ കാൽക്കുലേഷന് ഇതിൻ്റെ ഉത്തരം കിട്ടും.
ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിൽ എഴുതുക. ബൈ ഇവ തമ്മിലുള്ള വ്യത്യാസം 20ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം താഴെ എഴുതുക. 20നെ 8നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 ഇവിടെ 2 കിട്ടും. ഓക്കെ, 4 5 20, 4 2 8, 2ഉം 12ഉം കൂടെ കട്ട് ചെയ്ത് 6. 6 × 5 30 ദിവസം. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. സൂപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാനെ. അപ്പോൾ ഒറ്റയാനെ കണ്ടെത്തുക വലിയ സംഖ്യകളാണ്. അക്കങ്ങളൊന്ന് കൂട്ടി നോക്കുക. അതാണ് ഫസ്റ്റ്. ഓക്കെ, ഇത് വല്ല സ്ക്വയറോ ക്യൂബോ ഒക്കെ ആയിട്ട് തോന്നുവാണെങ്കിൽ പിന്നെ അതുമായിട്ട് നോക്കുക. അപ്പോൾ തൽക്കാലം അക്കങ്ങൾ കൂട്ടി നോക്കേ. 2 5 7, 7 3 10, 10 6 16 1 17 കിട്ടി. അപ്പോൾ ആ 17 നമ്മൾ ഇങ്ങോട്ടൊന്ന് എഴുതി വെച്ചേ. അടുത്ത ഓപ്ഷൻ ഞാൻ നോക്കി. 5 2 7, 7 3 10, 10 6 16, 16 1 17, ഇതും 17 കിട്ടി. അപ്പോൾ തന്നെ നിങ്ങൾ ആശ്വസിച്ചോണം. ഇനി അടുത്ത 3 3 6, 6 4 10, 10 4 14 2 16 കിട്ടി. ഇത് 16 കിട്ടിയേക്കുന്നത് കേട്ടോ. ഇതുകൂടി ഇനി 17 കിട്ടിയാൽ ഇത് ഒറ്റയാനാക്കാം നമുക്ക്. ഓപ്ഷൻ സി. അപ്പോൾ 4 3 7, 7 4 11, 11 2 13 4 17 കിട്ടി. അപ്പോൾ ഇതിൻ്റെ 3 എണ്ണത്തിൻ്റെയും തുക 17, ഇത് മാത്രം 16. അപ്പോൾ അത് ഒറ്റയാനായില്ലേ. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിളിൽ യാത്ര ചെയ്തു. ഇപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾക്ക് യാത്ര തുടങ്ങുമെന്ന് വിചാരിച്ചു. വടക്കോട്ടെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് 8 കിലോമീറ്റർ യാത്ര ചെയ്തു. അതിനുശേഷം പിന്നീട് വലത്ത് തിരിഞ്ഞ് 2 കിലോമീറ്റർ. അപ്പോൾ മേപ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾ വലത്ത് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ മേപ്പോട്ട് പോകുന്ന ആൾ, വലത്തെന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ്. അങ്ങോട്ട് 2 കിലോമീറ്റർ യാത്ര ചെയ്തു. ഓക്കെ, വീണ്ടും വലത്ത് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്തു. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾ വലത്ത് തിരിഞ്ഞ് 1 കിലോമീറ്റർ, അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾ വലത്ത് തിരിഞ്ഞ മീൻസ് താഴോട്ട് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ യാത്ര ഏത് ദിശയിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ദിശയിലാണ് യാത്ര ചെയ്യുന്നത് എന്ന് വെച്ചാൽ അയാൾ താഴോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴോട്ടല്ലേ? ഓക്കെ, അപ്പോൾ താഴോട്ടെന്ന് പറഞ്ഞാൽ എന്തുവാ? താഴോട്ട് പോകാമെന്ന് വെച്ചാൽ അത് സൗത്തിലോട്ട്, തെക്കിലോട്ടല്ലേ പോകുന്നത്? തെക്ക്. ഓപ്ഷൻ ബി, തെക്ക്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി, തെക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. ഹലോ എന്ന വാക്ക് KHOOR എന്ന കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡിനെ എങ്ങനെ എഴുതാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. A1 B2 C3 അങ്ങനെ പോവാന്നേ. H എന്ന് പറയുന്നത് 8ാമത്തെ ലെറ്റർ ആവും. അപ്പോൾ K എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 11ാമത്തെ ലെറ്ററാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 3 കൂടിയല്ലേ നിൽക്കുന്നത്? 8നോടൊപ്പം 3 കൂട്ടപ്പോഴാണ് 11 കിട്ടുന്നത്. ശരിയല്ലേ? അടുത്ത ഈ ഇടുന്ന നമ്പർ 5 ആണ്. A1 B2 C3 D4 E5. അപ്പോൾ H എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ആ 5നോടൊപ്പം 3 കൂട്ടുന്നതല്ലേ 8. അപ്പോൾ എല്ലാ ലെറ്ററിനോടൊപ്പം 3 കൂട്ടി കിട്ടുന്നതായി കിടക്കുന്നത്. L 12 ആണ്. O 15ാമത്തെ ലെറ്റർ എണ്ണി നോക്കിക്കോ. O 15, 3 കൂടിയിരിക്കുവാണ്. L 12 ആണ്. O 15, 3 കൂടിയിരിക്കുവാണ്. O 15 6 18ാമത്തെ ലെറ്റർ. 6 എന്ന് പറഞ്ഞാൽ 18ാമത്തെ ലെറ്ററാണ്. 3 കൂടിയിരിക്കുവാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് എല്ലാം 3 കൂട്ടിയാൽ പോരെ? എല്ലാത്തിൽ നിന്നും 3 കൂട്ടി എഴുതിയാൽ പോരെ? ക്ലിയർ അല്ലേ? W 23 ആണ്. W 23ാമത്തെ ലെറ്ററാണ്. 23 3 26. 26ാമത്തെ ലെറ്ററിൽ തുടങ്ങുന്ന Z മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി. വേറെ ഇനി എന്തിനാ ആലോചിക്കുന്നത്? ഓപ്ഷൻ ഡി. വേറെ ഒന്നുമില്ല. പിന്നെ O 15 ആണ്. 15 3 18. 18ാമത്തെ ലെറ്ററാണ് 6. 6 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 3 21. 21ാമത്തെ ലെറ്ററാണ് U. L എന്ന് പറഞ്ഞാൽ 12. 12 3 15. 15ാമത്തെ ലെറ്ററാണ് O. D എന്ന് പറഞ്ഞാൽ 4. 4 3 7. 7ാമത്തെ ലെറ്ററാണ് G. അപ്പോൾ ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. 4 7 12 ഡാഷ്. സിമ്പിളായിട്ടുള്ളൊരു സീരീസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 4 7 ആവണമെങ്കിൽ എത്ര കൂടണം? 3 കൂടണം. 7 12 ആവണമെങ്കിൽ എത്ര കൂടണം? 5 കൂടണം. 3 5. ഇനി സ്വാഭാവികമായിട്ടും അടുത്തത് 7 കൂട്ടാനൊരു ശ്രമം നിങ്ങൾ നടത്തിക്കോ. 12 + 7 എത്ര കിട്ടും? 19. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. സിമ്പിളാണ്. കിടിലോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ. 18A 12C 6D 2B 5 എന്നത് എത്ര സൂചിപ്പിക്കുന്നു എന്ന ചോദ്യം. A എന്ന് പറയുന്നത് പ്ലസ് ആണ്, B എന്ന് പറയുന്നത് മൈനസ് ആണ്, C എന്ന് പറയുന്നത് ഡിവിഷനാണ്, D എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടോട്ടങ്ങ് ചെയ്യുക. ഇതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇവിടോട്ട് എഴുതാമല്ലോ. 18A എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. 12C C എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്. 6D എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. 2B എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. പിന്നെ ഒരു 5. ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ എയും ബിയും സിയും ഡിയും എല്ലാം അതിൻ്റേതായ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു, മാറ്റുന്നു. വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇതിനകത്ത് ആദ്യം മാറ്റേണ്ടത് ഡിവിഷനാണ്. ഇപ്പോൾ ബോട്ട് മാസ് റൂൾ എല്ലാവർക്കും അറിയാം. ബോട്ട് മാസ്.
ഓക്കെ. ബി ബ്രാക്കറ്റ് ഉണ്ട്, അത് ആദ്യം ചെയ്യണം. ഓഫ് ഉണ്ട്, അത് ആദ്യം ചെയ്യണം. അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഡി മാത്രമേ ഉള്ളൂ ഡിവിഷൻ. അപ്പോൾ ഡിവിഷൻ ആദ്യം ചെയ്യണം. 12 ഡിവൈഡ് ബൈ 6, ബാക്കി അങ്ങോട്ട് എഴുതാം. പ്ലസ് 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 2 ഇൻറ്റു 2 മൈനസ് 5. ഇപ്പോൾ ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്തോ. 18 പ്ലസ് 4 മൈനസ് 5. പിന്നെ 18 പ്ലസ് 4 22. 22 നിന്ന് 5 പോയാൽ 17 അല്ലേ? 17. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളായിരുന്നു. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ചുമ്മാ ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് ചെയ്തു തരേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ, എന്നാലും ചെയ്തതാണ്. ഓക്കെ.